അത് അപ്പുറം സൈഡ് നമ്മൾ നോക്കിയ ഒരു അമ്മയും കുഞ്ഞിരിക്കും പോലെ തോന്നുമായിരുന്നു. എന്താ ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനെന്നുള്ളത് ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്തിന് സമീപം ഒരു വീട്ടമ്മയുടെ നാടൻ അഡീനിയം ചെടികളുടെ കളക്ഷൻ്റെ ഒപ്പമാണ്. ഞാനെപ്പോഴും ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാറുണ്ട്, നാടൻ അഡീനിയങ്ങളുടെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നമ്മുടെ സാധാരണ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിന് കിട്ടില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെറൈറ്റീസിന് കിട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ എൻ്റെ കളക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് തുടങ്ങി ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ സ്ഥലം, ഞാൻ യാദൃശ്ചികമായിട്ട് ബസ്സിൽ പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ മേളിൽ ഭംഗിയുള്ള കുറേ നാടൻ അഡീനിയം ചെടികൾ കണ്ടു. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ആളോട് ചോദിച്ചു, ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴും പറയാറുണ്ട് കുറേ കെയറിങ് ടിപ്സ്. ഇത് ചെയ്താലേ അഡീനിയം പൂ വരുള്ളൂ, ഇങ്ങനെ ചെയ്താലേ പൂ വരുള്ളൂ, ഇതൊക്കെ ചെയ്യണം എന്ന് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും ചെയ്തില്ലെങ്കിൽ അഡീനിയം ചെടികൾ വളരില്ലേ, പൂ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊരു ആൻസറാണ് ഈ കാണുന്ന അഡീനിയം ചെടികളും ഇതിലെ പൂക്കളും. അപ്പോൾ ഈ ചെടികൾക്ക് എന്തൊക്കെയാണ് ചെയ്യണം നമുക്ക് ഇവിടുത്തെ മാഡത്തിനോടൊന്ന് ചോദിക്കാം. ഓക്കെ, യെസ്, ഇത് ഗീത മാഡമാണ്, വീട്ടമ്മയാണ്. മാഡത്തിൻ്റെ കളക്ഷൻ ഫസ്റ്റ് ടൈമാണ് ഒരു ചാനലിൻ്റെ ഒരു വീഡിയോക്ക് മുന്നിൽ വരുന്നത് പറഞ്ഞിട്ട് ഒരു ചമ്മലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം അതിനെന്തൊക്കെയാണ് ചെയ്യണം കേട്ടോ. മാഡം, ഈ ചെടികൾക്ക് കൊടുക്കുന്ന പരിചരണം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇതിന് അങ്ങനെ ഞാൻ വളമൊന്നും ചെയ്യാറില്ല. പിന്നെ വീട്ടിൽ ചായ ഇടുന്ന അതിൻ്റെ ചായക്കൊത്തും അതിൻ്റെ വെള്ളമെല്ലാം കൂടെ ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നിട്ട് ആഴ്ച ഒരിക്കൽ ചെയ്ത് അതിൻ്റെ മുട്ടിലൊഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ വെള്ളമാണ് വെള്ളം. പക്ഷേ ഇതിന് മാഡം ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പറഞ്ഞു കേട്ടോ. ദിവസം വെള്ളം ഒഴിക്കും. ദിവസവും വെള്ളം, നല്ല വെയിലുണ്ട്. ഒരു നേരം ഒഴിക്കുള്ളൂ, പക്ഷെ ദിവസം ഒഴിക്കണം. മാഡം രാവിലെ ചായ ഉണ്ടാക്കണമെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ട് രാവിലെ പറഞ്ഞു. ഇതല്ല, നല്ലൊരു കളക്ഷൻ കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു കിടിലൻ കളക്ഷൻ കാണാൻ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അകത്തൊക്കെ കണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ടോ, കട്ട് ചെയ്ത് കൊടുക്കുമോ ബ്രാഞ്ചസ്? ഇല്ല, അങ്ങനെ വെട്ടി വിടാറില്ല. ഇത് ചില ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. മാഡം പറഞ്ഞ ദിവസവും ഒരു കേടായ ഒരു ഇല കണ്ടാലോ ഒരു അഴുകിയ തണ്ട് കണ്ടാലോ അപ്പൊ തന്നെ എടുത്ത് മാറ്റും. അത് ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള പൂ നിർത്തിയിട്ട് ബാക്കിയൊക്കെ എടുത്ത് ഞാൻ കളയാം. ഇതിന് പോട്ട് മാറ്റി കൊടുക്കാറുണ്ടോ? പോട്ട് ഇടയ്ക്ക് മാറ്റണം. മാറ്റി കൊടുക്കാറുണ്ട്. എല്ലാം ഒന്നും മാറ്റിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഞാൻ ഇതുവഴി ബസ്സിൽ പോകുമ്പോൾ ഈ ചെടി കൊണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. 2 ദിവസം മഴയൊക്കെ പെയ്തപ്പോ പൂവൊക്കെ ഒരുപാട് ഇവിടെ വന്നൊക്കെ അറിയാൻ പറ്റിയത് കണ്ടോ. ഇതിലെല്ലാം മൊത്തം തണ്ടുകൾ ഇങ്ങനെ പൂ കൊഴിഞ്ഞു പോയ ബ്രാഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിരിക്കുന്ന മേഡം റോഡിലേക്ക് തിരിച്ചു വെച്ചേക്കും, കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കൊണ്ട് കഴിഞ്ഞാൽ. ഈ ചെടിയുടെ ഒരു ഭംഗിയുണ്ടോ, കുറേ ബ്രാഞ്ചസ് ആൻഡ് റീബ്രാഞ്ചസ് വന്നിട്ട് നല്ല ശരിക്കും ബുഷായിട്ട്. ശരിക്കും ഒരു 12 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു മോഡലിന്. 12 വർഷം ഉണ്ടെന്ന് പറഞ്ഞ ചെടി കേട്ടോ. ഇത് എവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, ഇതിൽ നിറച്ചു പൂക്കളുണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ. അതും അവിടെ ഒരു റോസ് നിൽക്കുന്നു, അതാണ് ഇലയില്ലാതെ നിറയെ പൂവായിരുന്നു. ഇവിടെ ഇതിന്റെ സീഡിന്ന് മുളപ്പിച്ചതാണ് അല്ലേ? മാഡത്തിന് ആദ്യം കിട്ടിയത് ഈ ചെടി എന്നാ പറഞ്ഞത്. ഇതും അപ്പുറത്തൊരു ചെടി ഞാൻ കാണിക്കാം. അപ്പൊ അതിൽ നിന്ന് സീഡൊക്കെ എടുത്തിട്ട് മുളപ്പിച്ചിട്ടാണ് ബാക്കി ചെടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, അതൊക്കെ എൻ്റെ വിത്തിട്ട് മുളപ്പിച്ചല്ലേ. ഇത് ചവിട്ടും തന്നെ കുറെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് ഭംഗിയുണ്ട്. ഇതും അതിന്റെ വിത്ത് മുളപ്പിച്ചതാന്നാ പറഞ്ഞേ. ഇനി നിങ്ങൾക്കൊരു ഞെട്ടിക്കുന്ന വാർത്തയോടെ പറയാം, മാഡം ഇതിന്റെ സീഡൊന്നും എടുക്കാറില്ല, വിത്തെല്ലാം എടുത്ത് കളയുകയെന്ന് ചെയ്യണം അല്ലേ? എടുക്കാറില്ലല്ലോ, കാരണം ലിമിറ്റ് ഒരു പരിധി കൂടുതൽ. കുറച്ചൊക്കെ എടുത്ത് അയൽവക്കക്കാർക്കൊക്കെ പൊടിപ്പിച്ച് വിത്തായിട്ടൊക്കെ കൊടുത്ത്. ഇപ്പൊ അവരുടെയൊക്കെ കയ്യിലും ഉണ്ട് കളക്ഷൻ കുറച്ചൊക്കെ. എന്നാലും ആരുടെ ഇത് ഇത്ര ഭംഗിക്ക് പൂക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇത് വെയിൽ തന്നെയാണ് ഇതിന്റെ ഒരു. വെയിൽ വേണം, വെയിൽ നന്നായിട്ട് വേണം. അങ്ങനെയല്ല, എന്റെ വ്യൂസിനോട് എപ്പോഴും പറഞ്ഞത് വെയിൽ ശരിക്കും വേണം. പക്ഷെ ബാക്കി നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു പരിപാടി ഞാനിവിടെ കണ്ടത് കേട്ടോ. മേഡം ആകെ കൊടുക്കുന്നത് ചായ ഉണ്ടാക്കുമ്പോൾ വരുന്ന ആ തേയിലപ്പൊടിയുടെ ബാക്കിയില്ലേ, ലീഫ് ടീ ഉപയോഗിക്കണം അല്ലേ? ആ ലീഫ് ടീയുടെ ബാക്കി ഇതിന്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ എല്ലാ ദിവസവും. ഇതിന്റെ കളർ കണ്ടോ, പൂത്തിട്ടുണ്ട്. ഇതൊന്നും വെട്ടി ഒതുക്കിയിട്ടില്ലെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ഇനി ചെയ്യുമ്പോഴേ വേണം ഇത് എടുത്തിട്ട് ഇതിന്റെ ഈ ഭാഗമല്ലേ കോഡക്സ്, ഇതൊന്ന് ഉയർത്തി വെച്ചു കൊടുത്താൽ ഇതുപോലെ വരും. ഇതിനടിയിൽ ഇപ്പം കുറെ അധികം കോഡക്സ് ഉണ്ടാവും.
ഇത് മണ്ണിന്റെ മേളിലേക്ക് വെച്ചിട്ട് അതില്ല. ഇതുപോലെ ആക്കി എടുക്കണം. ഇത് കണ്ടോ, ഒരെണ്ണത്തിന്റെ കോഡക്ഷൻ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അവിടെ. വളരെ ചെറിയൊരു ചട്ടിയിലായിരിക്കും അത്. അപ്പുറം സൈഡ് നമ്മൾ നോക്കിയ ഒരു അമ്മയും കുഞ്ഞും ഇരിക്കും പോലെ തോന്നുമായിരുന്നു. എന്താ സൈഡിൽ ഇങ്ങനെ ഭംഗിയായിട്ടുണ്ട്. ഇതിന് എത്ര പഴക്കമുണ്ട്? 13 വർഷം. അതിനും അതിന്റെ അടുപ്പിച്ച് പഴക്കം വരും. ഇതിലും പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിൽ നിറയെ ഉണ്ടായിരുന്നു. ഇല കാണാൻ വയ്യാത്ത പോലെ പൂവായിരുന്നു അതില്. ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ബാഡിലേക്കാണ്, പൂക്കൾ കുറവാണ്, ശരിക്കും നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ ഒരു മൾട്ടിപെറ്റൽ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിച്ച് എന്റെ തിരിച്ചിങ്ങോട്ടൊന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അത് കുഴപ്പമില്ല. ഇതില് വിത്ത് പറയുന്നപ്പോണ്ടേ, ഈ വിത്തുകൾ ഉണങ്ങുമ്പോൾ തന്നേക്കണം കേട്ടോ വേണ്ടെങ്കിൽ. ഇത് നമ്മള് സമയത്ത് എടുത്തില്ലെങ്കിൽ പോലെ പറന്നങ്ങ് പോകും. പ്രത്യേകിച്ചാല് നമ്മള് എടുത്ത് ഇതിന്റെ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ വെറൈറ്റി പൂക്കൾ ഉണ്ടാവും. പല പല പൂക്കൾ ഉണ്ടാവും. അത് പുതിയ ഇതാണ്. പൂ വന്നിട്ട് കുറച്ച് ദിവസമായി. പുതിയ ചെടി കേട്ടോ, ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. ഇത് വെറുതെ 2-3 മൂട് നമ്മള് ഞാനിപ്പോ കുറെ കളക്ട് ചെയ്യുന്നുണ്ട്. ലുലുവിൽ പോയപ്പോ അവിടുന്ന് മേടിച്ചതായിരുന്നു. ഫ്ലവർ ഷോ അല്ലേ? അതെ. എല്ലാം ഇപ്പം വാടി, എല്ലാം പൂവിന്റെ സീസൺ കഴിയാറായി. അത് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ വിത്തുകൾ എടുത്തെടുത്ത് കുറെ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മേഡം ഇവിടേക്ക്. ഇവിടെ എത്ര ആക്കാം. കുറച്ച് കഴിയുമ്പോൾ അടിപൊളിയാവും തോന്നുന്നു അല്ലേ? എന്തായാലും ഒരു വീഡിയോ കൂടെ എടുക്കാൻ ഞാൻ വരാം. അത് തന്നെ. നിറയെ ഇങ്ങനെ വെക്കാമെങ്കിൽ ഭംഗിയായിരിക്കും. ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്രധാന കാരണം എന്താ വെച്ചാൽ, ഏത് ചാനലിൽ നോക്കിയാലും ഏത് വീഡിയോ കണ്ടാലും എൻ്റേത് ഉൾപ്പെടെ കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഡീനിയം പൂക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അഡീനിയം എന്താ പറയുക ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ചെയ്യണം, ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത്രയും പ്രൊസീജിയർ ചെയ്താലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും ചെയ്തില്ലെങ്കിൽ പൂക്കില്ലേ, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വേറൊന്നുള്ളത്, ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ കുറച്ച് കോസ്റ്റ് അതും എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നാടൻ വെറൈറ്റീസ് ഒരു പ്രശ്നമില്ല, വിത്തിട്ട് മുളപ്പിച്ചെടുക്കാം. ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു അഡീനിയം തോട്ടം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. സോ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ തന്നെ വീഡിയോ എടുത്തോളൂ എന്ന് മാഡം. പിന്നെ ഒരു എന്താ പറയുക, മടിവില്ലാതെ എൻ്റെ മുന്നിൽ ക്യാമറയ്ക്ക് പോകുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.